ഓം ശാന്തി 19/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സദാ സന്തോഷത്തോടെ ഇരിക്കൂ. മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കൂ. ഇത് തന്നെയാണ് എല്ലാവരിലും കൃപ കാണിക്കുക എന്ന് പറയുന്നത്. ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ചോദ്യം: ആർക്കാണ് സദാ സന്തുഷ്ടമായിരിക്കാൻ സാധിക്കുക? സന്തുഷ്ടമായിരിക്കാനുള്ള ഉപായം എന്താണ്? ഉത്തരം: സദാ സന്തുഷ്ടമായിരിക്കാൻ അവർക്കേ സാധിക്കൂ. ആരാണോ ജ്ഞാനത്തിൽ സമർത്ഥശാലികൾ, ആരാണോ ഡ്രാമയെ കഥയുടെ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ സ്മരിക്കുകയും ചെയ്യുന്നത്. സന്തുഷ്ടമായിരിക്കുന്നതിന് വേണ്ടി സദാ ബാബയുടെ ശ്രീമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ബാബ എന്താണോ കേൾപ്പിച്ചു തരുന്നത് അതിനെ നല്ല രീതിയിൽ മന്ഥനം ചെയ്യൂ. വിചാരസാഗര മന്ഥനം ചെയ്ത് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളുമായി ആത്മീയ സംഭാഷണം നടത്തുകയാണ്. ഇത് ആത്മാക്കൾക്കറിയാം. നമുക്ക് പഠിപ്പ് നൽകുന്നതും നമ്മുടെ ഒരേ ഒരു അച്ഛനാണ്. ടീച്ചറുടെ ജോലിയാണ് പഠിപ്പ് നൽകുക എന്നുള്ളത്. ഗുരുവിന്റെ ജോലിയാണ് ലക്ഷ്യത്തെ പറഞ്ഞു തരിക എന്നുള്ളത്. ലക്ഷ്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മുക്തി, ജീവൻ മുക്തിക്ക് വേണ്ടി ഓർമ്മയുടെ യാത്ര വളരെയധികം ആവശ്യമാണ്. രണ്ടും വളരെയധികം എളുപ്പമാണ്. 84 ജന്മങ്ങളുടെ ചക്രവും കറങ്ങണം. ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ 84 ജന്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം. പക്ഷെ പാപാത്മാക്കൾക്ക് മുക്തി, ജീവൻ മുക്തിയിലേക്ക് തിരികെ പോകാൻ സാധിക്കില്ല. ഇതുപോലെ വിചാരസാഗര മന്ഥനം ചെയ്യണം. ആര് ചെയ്യുന്നുവോ അവർ നേടുക തന്നെ ചെയ്യും. സന്തോഷത്തിലും അവർക്കേ ഇരിക്കാൻ സാധിക്കൂ. മറ്റുള്ളവർക്കും സന്തോഷത്തെ നൽകുന്നവർക്ക്. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുത്ത് അവരുടെ മേൽ കൃപ കാണിക്കണം. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതും ചിലർക്ക് ഓർമ്മയുണ്ടാവുന്നു, ചിലർക്ക് ഇല്ല, മറന്നുപോകുന്നു. ഇതെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ സന്തോഷത്തിന്റെ അതിര് വർദ്ധിക്കുന്നു. അച്ഛൻ, ടീച്ചർ, ഗുരു എന്നീ രൂപത്തിൽ ഓർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിലും സന്തോഷം വർദ്ധിക്കുന്നു. പക്ഷെ മുന്നോട്ടു പോകവേ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുന്നു. പർവ്വതത്തിന് താഴേക്കും മുകളിലേക്കുമായി കയറുന്നത് പോലെ കുട്ടികളുടെ അവസ്ഥയും അങ്ങനെയായി തീരുന്നു. ചിലർ വളരെയധികം മുകളിലേക്ക് കയറുന്നുണ്ട്, പിന്നീട് താഴേക്ക് തന്നെ വീഴുന്നു. അപ്പോൾ ആദ്യത്തെക്കാളും മോശമാകുന്നു. സമ്പാദ്യം മുഴുവനും നശിക്കുന്നു. എത്ര തന്നെ ദാന പുണ്യ കർമ്മങ്ങൾ ചെയ്താലും പുണ്യം ചെയ്ത് ചെയ്ത് പിന്നീട് പാപം ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ ചെയ്ത പുണ്യമെല്ലാം തന്നെ നശിക്കുന്നു. ഏറ്റവും വലിയ പുണ്യമാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. ഓർമ്മയിലൂടെയാണ് പുണ്യാത്മാവായി തീരുന്നത്. അഥവാ കൂട്ടുകെട്ടിന്റെ പ്രഭാവത്തിൽപ്പെട്ട് തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ മുമ്പത്തെക്കാളും കൂടുതൽ താഴേക്ക് പതിക്കുന്നു. പിന്നീട് ആ കണക്കിന്റെ ശേഖരണം ഉണ്ടാവുകയില്ല. നഷ്ടത്തിലേക്ക് പോകുന്നു. പാപകർമ്മം ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കുന്നു. പിന്നീട് പാപത്തിന്റെ കണക്ക് വർദ്ധിക്കുന്നു. കണക്കുകൾ സൂക്ഷിക്കാറുണ്ടല്ലോ. ബാബയും പറയുന്നു, നിങ്ങളുടെ കണക്ക് പുണ്യത്തിന്റേതായിരുന്നു. പാപം ചെയ്തതിലൂടെ അത് 100 മടങ്ങ് നഷ്ടത്തിലേക്ക് പോയിരിക്കുന്നു. പാപവും ചിലത് വളരെ വലുതായിരിക്കും, ചിലത് ചെറുതും. കാമമാണ് ഏറ്റവും കടുത്തത്. ക്രോധം 2ാമത്തെ നമ്പറിലാണ്. ലോഭം അതിനേക്കാളും കുറവാണ്. ഏറ്റവും കൂടുതൽ കാമത്തിന് വശപ്പെടുകയാണെങ്കിൽ എന്ത് സമ്പാദിച്ചുവോ അത് ഇല്ലാതായി തീരുന്നു.
പ്രാപ്തിക്ക് പകരം കൂടുതൽ നഷ്ടമുണ്ടാകുന്നു. സദ്ഗുരുവിന്റെ നിന്ദകന് ഒരിക്കലും ഉന്നതി ഉണ്ടാകില്ല. ബാബയുടേതായി പിന്നീട് ഉപേക്ഷിച്ചു പോകുന്നു. എന്താണ് കാരണം? പ്രത്യേകമായും കാമത്തിന്റെ മുറിവ് പറ്റിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് കടുത്ത ശത്രു. അതിന്റെ തന്നെയാണ് കോലം ഉണ്ടാക്കി കത്തിക്കുന്നത്. ക്രോധത്തിന്റെയും ലോഭത്തിന്റെയും കോലത്തെ ഉണ്ടാക്കുന്നില്ല. കാമത്തിനു മേൽ പൂർണമായും വിജയിച്ചാലേ ജഗജ്ജീത്തായി തീരുകയുള്ളൂ. വിളിക്കുന്നതും ഇങ്ങനെയാണ്: ഞങ്ങൾ രാവണന്റെ രാജ്യത്തിൽ പതീതമായവരെ വന്ന് പാവനമാക്കൂ എന്ന്. എല്ലാവരും പതീത പാവന എന്ന് പാടുന്നുണ്ട്. അല്ലയോ പതീതരെ പാവനമാക്കുന്ന സീതമാരുടെ രാമ, വരൂ. പക്ഷെ അർത്ഥത്തെ മനസ്സിലാക്കുന്നില്ല. ബാബ തീർച്ചയായും പുതിയ ലോകത്തെ സ്ഥാപിക്കാൻ വരുമെന്നുള്ളതും അറിയാം. പക്ഷെ കൽപ്പത്തിന് വളരെയധികം കാലയളവ് നൽകിയതിലൂടെ ഘോര അന്ധകാരമായി തീർന്നു. ജ്ഞാനവും അജ്ഞാനവുമല്ലേ? ഭക്തി അജ്ഞാനമാണ്. ആരെയാണോ പൂജിക്കുന്നത് അവരെക്കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തേക്ക് എങ്ങനെ എത്തിച്ചേരാനാണ്? അതുകൊണ്ട് ദാനപുണ്യ കർമ്മങ്ങളെല്ലാം തന്നെ നിഷ്ഫലമായി തീരുന്നു. അല്പകാലത്തിന് മാത്രം കാകവിഷ്ട സമാനം സുഖം ലഭിക്കുന്നു. ബാക്കി ദുഃഖം തന്നെ ദുഃഖമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരീകരിക്കപ്പെടുന്നു. പഴയത് നശിച്ച് പുതിയത് ശേഖരിക്കുന്ന വിധത്തിൽ നമ്മൾ എത്രത്തോളം ഓർമ്മിക്കുന്നു എന്ന് നോക്കണം. ചിലർ ഒന്നും തന്നെ ശേഖരിക്കുന്നില്ല. മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. ഓർമ്മയില്ലാതെ എങ്ങനെ പാപം നശിക്കും? അല്ലെങ്കിൽ മുറിയും? ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ധാരാളമുണ്ടല്ലോ. ഈ ജന്മത്തിലെ ജീവിത കഥ കേൾപ്പിച്ചാൽ ജന്മജന്മാന്തരത്തിലെ പാപം ഒരിക്കലും നശിക്കുകയില്ല. കേവലം ഈ ജന്മത്തെ ഭാരം ഇല്ലാതാക്കാനാവും. ബാക്കി ധാരാളം പ്രയത്നിക്കണം. ഇത്രയ്ക്കും ജന്മങ്ങളിലെ കർമ്മക്കണക്കുകൾ യോഗത്തിലൂടെ മാത്രമേ ഇല്ലാതാക്കാൻ സാധിക്കൂ. ചിന്തിക്കണം, നമുക്ക് എത്രത്തോളം യോഗമുണ്ട് എന്ന്. നമ്മുടെ ജന്മം സത്യുഗത്തിന്റെ ആദിയിൽ ഉണ്ടാകുമോ? ആരാണോ വളരെ നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നത് അവരെ സത്യയുഗത്തിന്റെ ആദിയിൽ ജന്മമെടുക്കൂ. അവർ ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. എല്ലാവരും സത്യയുഗത്തിലേക്ക് വരികയില്ലല്ലോ. അവസാനം പോയി ചെറിയ പദവി നേടും. ആദ്യം വന്നാലും അവർ ജോലി ചെയ്യുന്നവരായിരിക്കും. അതായത് ദാസി, ദാസൻ. ഇതെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതായ സാധാരണ കാര്യങ്ങളാണ്. അതുകൊണ്ട് ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുക. നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയ ലോകത്തിനു വേണ്ടി വിശ്വത്തിന്റെ അധികാരിയായി തീരുന്നതിനായി വന്നിരിക്കുകയാണ്. ആരാണോ ഓർമ്മിക്കുന്നത് അവർക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകുന്നു. അഥവാ രാജാവാകണമെങ്കിൽ പ്രജകളെയും ഉണ്ടാക്കേണ്ടതായി വരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ രാജാവാകുന്നു എന്ന് എങ്ങനെ മനസ്സിലാകാനാണ്? ആരാണോ സെന്റർ തുറക്കുന്നത്, സേവനം ചെയ്യുന്നത്, അവർക്കാണ് സമ്പാദ്യം ഉണ്ടാകുന്നത്. അവർക്ക് ധാരാളം പ്രാപ്തി ഉണ്ടാകുന്നു. അവർക്ക് അതിന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ചിലർ 3-4 സെന്ററുകൾ തുറക്കുന്നുണ്ടല്ലോ. ആരെല്ലാം തന്നെ ഇതിനുവേണ്ടി സഹകരിക്കുന്നുവോ അവർക്കും അതിന്റെ വീതം ലഭിക്കുന്നു. ഒരുമിച്ച് മായയുടെ ദുഃഖത്തിന്റെ മേൽക്കൂര എടുത്തു മാറ്റുകയാണെങ്കിൽ ഇതിലെല്ലാവരും കൈകോർക്കുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കുന്നു. ആരാണോ വളരെയധികം പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്, എത്ര പ്രയത്നിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി നേടുന്നു. അവർക്ക് ധാരാളം സന്തോഷമുണ്ടാകുന്നു. ഹൃദയത്തിന് അറിയാം, ഞങ്ങൾ എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തു, എത്ര പേരെ ഉദ്ധരിച്ചു.
സർവ്വതും ചെയ്യാനുള്ള സമയം ഇതാണ്. കഴിക്കുവാനും കുടിക്കുവാനും എല്ലാവർക്കും ലഭിക്കുന്നുണ്ടല്ലോ. ചിലർ ഒരു ജോലിയും ചെയ്യാത്തവരാണ്. മമ്മ എത്ര സേവനമാണ് ചെയ്യുന്നത്. സേവനത്തിലൂടെയാണ് അവരുടെ മംഗളം ധാരാളം ഉണ്ടായത്. ഇവിടെ ധാരാളം സേവനം ചെയ്യണം. യോഗത്തിന്റെയും സേവനമുണ്ടല്ലോ. എത്ര ആഴമുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്തോറും ധാരാളം പോയിന്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം കൂടുന്തോറും ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ പോയിന്റുകൾ പുറത്തു വരുന്നു. ആർക്കാണോ സേവനത്തിനോട് താൽപര്യമുള്ളത് അവർ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നു. സേവനം ചെയ്യാത്തവരുടെ ബുദ്ധിയിൽ ഒന്നും തന്നെ ഇരിക്കില്ല. ബിന്ദുരൂപത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം? ആത്മാവ് എത്ര വലുതാണെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കൂ. ആത്മാവിന്റെ ദേശത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും പറയാൻ പറഞ്ഞാൽ ആർക്കും അതിന് സാധിക്കില്ല. മനുഷ്യൻ പരമാത്മാവിന്റെ പേര്, രൂപം, ദേശം, കാലം എന്നിവ ചോദിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ ആശയക്കുഴപ്പത്തിലാകും. ആർക്കും തന്നെ അറിയില്ല. ഇത്രയ്ക്കും ചെറിയ ബിന്ദുവായ ആത്മാവിൽ മുഴുവൻ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവിടെയും പലർക്കും ആത്മാ പരമാത്മാവിനെ കുറിച്ച് അറിയില്ല. കേവലം ദുർവികാരങ്ങളെ സന്യസിച്ചിട്ടുണ്ട്. ഇതും അത്ഭുതമാണ്. സന്യാസിമാരുടെ ധർമ്മം വ്യത്യസ്തമാണ്. ഈ ജ്ഞാനം നിങ്ങൾക്കുള്ളതാണ്. ബാബ മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പവിത്രമായി തീരണം. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിയത്. ലോകത്തിലുള്ളവർക്ക് ലേശം പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ജ്ഞാനം വേറെയാണ്, ഭക്തി വേറെയാണ്. ജ്ഞാനം ഉയർത്തുന്നു, ഭക്തി ഇറക്കുന്നു. അപ്പോൾ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. മനുഷ്യർ എത്ര തന്നെ സ്വയത്തെ വേദശാസ്ത്രങ്ങളുടെ അധികാരിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും തന്നെ അറിയുന്നില്ല. നിങ്ങൾക്കും ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങളിലും നമ്പർ വൈസാണ്. മറക്കുന്നത് കാരണമാണ് സന്തോഷം നഷ്ടപ്പെടുന്നത്. ഇല്ലെങ്കിൽ അളവറ്റ സന്തോഷം ഉണ്ടായിരിക്കണം. ബാബയിൽ നിന്നും നമുക്ക് ഈ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നു. പക്ഷെ സാക്ഷാത്കാരം ലഭിക്കുന്നുണ്ട്, ശ്രീമത്ത് പാലിക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനമാണ്? ബാബയെ ദുഃഖത്തിലാണ് എല്ലാവരും സ്മരിക്കുന്നത്. ബാബ പറയുന്നു, മുക്തേശ്വര അല്ലയോ രാമ പ്രഭു. പക്ഷെ അവർ ആരാണെന്ന് അറിയില്ല. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ എന്ന് ഭക്തിയിൽ പറയുന്നില്ല. തീർത്തും ഇല്ല. അഥവാ പറയുമായിരുന്നുവെങ്കിൽ അതും പരമ്പരാഗതമായി വരുമായിരുന്നു. ഭക്തി ഒരുപാട് സമയമായി ഉണ്ടല്ലോ. ഭക്തി അളവറ്റ രീതിയിലുണ്ട്. ജ്ഞാനം ഒന്നേ ഉള്ളൂ. മനുഷ്യർ മനസ്സിലാക്കുന്നു ഭക്തിയിലൂടെ ഭഗവാനെ ലഭിക്കുന്നു എന്ന്. പക്ഷെ എങ്ങനെ, എപ്പോൾ എന്ന് അറിയുന്നില്ല. ഭക്തി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്യുന്നത്? ഇതൊന്നും തന്നെ അറിയുന്നില്ല. എന്താ ഇനിയും 40,000 വർഷം ഭക്തി ചെയ്തുകൊണ്ടിരിക്കുമോ? ഒരു വശത്ത് മനുഷ്യർ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് നിങ്ങൾ ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ മേൽ നിങ്ങൾ എത്രത്തോളം പ്രയത്നിക്കുന്നു? എത്ര ചിത്ര പ്രദർശിനി വെച്ചാലും കോടിയിൽ ചിലർ മാത്രമാണ് വരുന്നത്. എത്ര പേരെ തനിക്ക് സമാനമാക്കി മാറ്റിക്കൊണ്ടുവരുന്നു? സത്യമായ ബ്രാഹ്മണർ എത്ര പേരാണ്? ഈ കണക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കുകയില്ല. വളരെയധികം അസത്യമായ കുട്ടികളുമുണ്ട്. ബ്രാഹ്മണർ കഥ കേൾപ്പിക്കുന്നവരുമുണ്ട്. ബാബ ഗീതയുടെ കഥ കേൾപ്പിക്കുന്നു. നിങ്ങളും കേൾപ്പിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണോ അച്ഛൻ
അതുപോലെ കുട്ടികളും. കുട്ടികളുടെ ജോലിയാണ് സത്യമായ ഗീത കേൾപ്പിക്കുക എന്നുള്ളത്. എല്ലാത്തിന്റെയും ശാസ്ത്രമുണ്ട്. വാസ്തവത്തിൽ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലേതാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം ഒരേ ഒരു ഗീതയാണ്. ഗീതയാണ് എല്ലാത്തിന്റെയും മാതാവും പിതാവും. ബാബ തന്നെയാണ് വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. മനുഷ്യർ പിന്നീട് അങ്ങനെയൊരു അച്ഛനെയാണ് ആക്ഷേപിക്കുന്നത്. ശിവബാബയുടെ ജയന്തിയാണ് വജ്രസമാനം. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് സദ്ഗതി ദാതാവ്. ബാക്കിയുള്ളവരുടെ മഹിമ എങ്ങനെ ഉണ്ടാകാനാണ്? ദേവതകളുടെ മഹിമ പാടുന്നുണ്ടെങ്കിലും ദേവതയാക്കി മാറ്റുന്നയാൾ ഒരേ ഒരു ബാബയാണ്. നമ്മുടെ സ്ഥാപനയും ഉണ്ടാകുന്നുണ്ട്, നശീകരണവും ഉണ്ടാകുന്നുണ്ട്. വളരെ പേർക്ക് ഒന്നും തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥൂലമായ ജോലി ചെയ്യൂ. മിലിറ്ററിയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ പറയാറുണ്ട്, പഠിച്ചവർക്ക് മുന്നിൽ പഠിപ്പില്ലാത്തവർക്ക് തല കുനിക്കേണ്ടതായി വരുമെന്ന്. മമ്മ ബാബ ചെയ്യുന്നത് കണ്ട് പഠിക്കൂ. നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അനന്യരായ, അതായത് വിശിഷ്ട സന്താനങ്ങൾ ആരാണെന്ന്. ബാബയോട് ചോദിക്കുകയാണെങ്കിൽ ബാബയും പേരു പറയും, ഇന്നവരെ അനുകരിക്കൂ എന്ന്. ആരാണോ സേവാധാരി അല്ലാത്തത് അവർ മറ്റുള്ളവർക്ക് എന്ത് പഠിപ്പ് നൽകാനാണ്? അവർ ഒന്നുകൂടി സമയത്തെ വ്യർത്ഥമാക്കുകയാണ്. ബാബ പറയുന്നു, അവനവന്റെ ഉന്നതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ അതിന് സാധിക്കുന്നു. ചിത്രം വെച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെ 84 ജന്മങ്ങൾ എടുത്തു. ഇതിപ്പോൾ മനസ്സിലായി എങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ഇവരെ പോലെ ആയിത്തീരാൻ എത്ര എളുപ്പമാണ്. ഇന്നലെ ഇവരുടെ ഭക്തി ചെയ്തിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ജ്ഞാനം ലഭിച്ചു. ഇങ്ങനെ ധാരാളം പേർ വന്ന് ജ്ഞാനം നേടുന്നു. എത്രത്തോളം നിങ്ങൾ സെന്ററുകളിൽ വലയം സൃഷ്ടിക്കുന്നുവോ അത്രത്തോളം പേർ വന്ന് ഇത് കേൾക്കും. കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. നരനിൽ നിന്ന് നാരായണനായി തീരണം. സത്യമായ സത്യനാരായണന്റെ കഥയാണ്. ഭക്തിയിലൂടെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം എന്താണെന്ന് അവർക്ക് അറിയുക പോലുമില്ല. നിങ്ങൾക്ക് പരിധിയില്ലാത്ത അച്ഛൻ യഥാർത്ഥമായി മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു, ഇന്നലെ നിങ്ങൾക്ക് രാജ്യപദവി ഉണ്ടായിരുന്നു, ഇന്നത് എവിടെ പോയി? ഇത് സ്വയം അറിയാം. ഇത് കളിയാണ്. ഒരേ ഒരു ബാബയാണ് മുഴുവൻ കളിയുടെയും രഹസ്യത്തെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ പറയുന്നു, ബാബ അങ്ങ് ഡ്രാമയിൽ ബന്ധനസ്ഥനാണ്. അങ്ങേക്ക് വരിക തന്നെ വേണം പതീത ലോകത്തിലെ പതീത ശരീരത്തിലേക്ക്. ഈശ്വരന്റെ വളരെയധികം മഹിമ പാടുന്നുണ്ട്. കുട്ടികൾ പറയുന്നു, ബാബ ഞങ്ങൾ താങ്കളെ വിളിച്ചപ്പോൾ താങ്കൾക്ക് വരേണ്ടി വന്നു, ഞങ്ങളുടെ സേവനം ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കാൻ. കൽപ്പകൽപ്പം ഞങ്ങളെ തന്നെ ദേവതകളാക്കി മാറ്റി താങ്കൾ പോകുന്നു. ഇത് ഒരു കഥ പോലെയാണ്. ആരാണോ സമർത്ഥർ അവർക്കിതൊരു കഥ പോലെയാണ്. നിങ്ങൾ കുട്ടികൾ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കണം. ബാബയും ഡ്രാമ അനുസരിച്ച് സേവകനായി മാറുന്നു. ബാബ പറയുന്നു, എന്റെ നിർദ്ദേശമനുസരിച്ച് നടക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കൂ. പുതിയ ലോകത്തിൽ നിങ്ങൾക്ക് പുതിയ ശരീരം ലഭിക്കുന്നു. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അതിനെ നല്ല രീതിയിൽ മനനം ചെയ്യൂ. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കൂ, ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇതുപോലെ ആയിത്തീരുന്നതിനു വേണ്ടി. ലക്ഷ്യം മുന്നിലുണ്ടല്ലോ. ഭഗവാൻ ഉവാച, മറ്റുള്ളവർ ഭഗവാൻ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിരാകാരനെന്നും പറയാറുണ്ട്. നിങ്ങൾ ആത്മാക്കളെല്ലാം തന്നെ നിരാകാരികളാണ്. ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുകയാണ്. ബാബയും പാർട്ട് അഭിനയിക്കുന്നു.
ആരാണോ നല്ല രീതിയിൽ സേവനം ചെയ്യുന്നത് അവർക്കേ നിശ്ചയമുണ്ടാകൂ ഞങ്ങൾ മാലയിലെ മുത്തായി തീരുമെന്ന്. നരനിൽ നിന്ന് നാരായണനായി തീരണം. തോറ്റുപോകുന്നതിലൂടെ സ്വാഭാവികമായും സീതാരാമന്മാരായി തീരുന്നു. ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം. പക്ഷേ ധാരാളം മായയുടെ എതിർപ്പുകളും നേരിടേണ്ടതായി വരുന്നു. മായ കൊടുങ്കാറ്റിലേക്ക് അകപ്പെടുത്തുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിചാരസാഗര മന്ഥനം ചെയ്ത് അപാര സന്തോഷം അനുഭവിക്കണം. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൃപ കാട്ടണം. കൂട്ടുകെട്ടിന്റെ പ്രഭാവത്തിലേക്ക് വന്ന് ഒരു പാപകർമ്മവും ചെയ്യരുത്. 2. മായയുടെ ദുഃഖത്തിന്റെ മേൽക്കൂര എടുത്തു മാറ്റുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണം. സെന്ററുകൾ തുറന്ന് അനേകരുടെ മംഗളത്തിന് നിമിത്തമായി തീരണം. വരദാനം: തന്റെ വാക്കുകളുടെ മൂല്യത്തെ മനസ്സിലാക്കി അവയെ മിതവ്യയം ചെയ്യുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. മഹാൻ ആത്മാക്കളെക്കുറിച്ച് പറയാറുണ്ട് സത്വചൻ മഹാരാജ് എന്ന്. അതുപോലെ താങ്കളുടെ വാക്കുകൾ സദാ സത്യവചനം, അതായത് ഏതെങ്കിലും പ്രാപ്തി ചെയ്യിപ്പിക്കുന്ന വചനങ്ങളായിരിക്കണം. ബ്രാഹ്മണരുടെ വായിലൂടെ ഒരിക്കലും ആരെയും ശപിക്കുന്ന വാക്കുകൾ വരാൻ പാടില്ല. അതിനാൽ യുക്തിയുക്തവും പ്രയോജനമുള്ളതും മാത്രം പറയൂ. വാക്കുകളുടെ മൂല്യത്തെ മനസ്സിലാക്കൂ. ശുഭകരമായ വാക്കുകൾ, സുഖം കൊടുക്കുന്ന വാക്കുകൾ പറയൂ. കളി തമാശയ്ക്കുള്ള വാക്കുകൾ പറയരുത്. വാക്കുകളുടെ മിതവ്യയം ചെയ്യൂ, എങ്കിൽ മഹാൻ ആത്മാവായി മാറും. സ്ലോഗൻ: ശ്രീമത്തിന്റെ കൈ സദാ കൂടെയുണ്ടെങ്കിൽ മുഴുവൻ യുഗവും കൈയിന്മേൽ കൈകൊടുത്ത് പോയിക്കൊണ്ടിരിക്കാം. അവ്യക്തി സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. കറണ്ടിന്റെ കണക്ഷനിലൂടെ വലിയ വലിയ മെഷീനുകൾ പ്രവർത്തിക്കുന്നത് പോലെ താങ്കൾ എല്ലാവരും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കണക്ഷന്റെ ആധാരത്തിൽ സ്വയമേ തന്നെ ഡബിൾ ലൈറ്റായി പോയിക്കൊണ്ടിരിക്കൂ. എവിടെ ഡബിൾ ലൈറ്റിന്റെ സ്ഥിതിയുണ്ടോ അവിടെ പ്രയത്നത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും വാക്കുകൾ സമാപ്തമാകും. എന്റേതെന്നതിനെ സമാപ്തമാക്കി സൂക്ഷിപ്പുകാരന്റെ ഭാവവും ഈശ്വരീയ സേവനത്തിന്റെ ഭാവനയും ഉണ്ട് എങ്കിൽ ഡബിൾ ലൈറ്റായി മാറും. ഓം ശാന്തി.